അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലിസാനുൽ ഖുർആനിലെ 8 മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളുടെ വിശദമായ ഒരു റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത്. അൽഹംദുലില്ലാ, അർദ്ധവാർഷിക പരീക്ഷയോടനുബന്ധിച്ച് 1 മുതൽ 7 വരെയുള്ള പാഠങ്ങളുടെ വിശാലമായ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോ കാണുകയും ഓരോ പാഠങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് അന അൻത അൻതി ഹാദാ ഹാദിഹി ഫി അല ദാലിക തിൽക മാ മൻ ഐന അബി ഖലമി. ഇതിന്റെ എല്ലാം അർത്ഥങ്ങളും അതിന്റെ പ്രയോഗങ്ങളും ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. അതുപോലെ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് മുലാരി ആയ ഫിഉലുകളെ കുറിച്ചായിരുന്നു. യാവ് കൊണ്ട് തുടങ്ങുന്ന ഫിഉലുകൾ അതൊക്കെ മുലാരിയായ ഫിഇലായിരിക്കുമെന്ന് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് മുത്തസിലായ ലമീറുകൾ, അതുപോലെ മുൻഫസിലായ ലമീറുകൾ, ഇങ്ങനെ 2 തരം ലമീറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ചില അറബിയിലുള്ള ചില ചോദ്യ വാക്കുകൾ, മാദാ, മാ, ഐന, ഹൽ, കൈഫ, മൻ, ഇങ്ങനെ തുടങ്ങുമ്പോൾ അതെല്ലാം ചോദ്യങ്ങളായിരിക്കും എന്നുള്ള രൂപത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പാഠം, അഞ്ചാമത്തെ പാഠത്തിൽ ആഴ്ചയിലുള്ള ദിവസങ്ങൾ, ഞായറാഴ്ച, അതുപോലെ തിങ്കൾ, ചൊവ്വ, അങ്ങനെ ആഴ്ചയിലുള്ള ദിവസങ്ങൾക്ക് അറബിയിൽ നാം എന്താണ് പറയുക, അതിന്റെ കൂടെ തന്നെ മുത്തസിലായ ലമീറുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഓരോ വശങ്ങൾ ഇവിടെ നമ്മൾ ചിത്രസഹിതം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമാം, വറ, അതുപോലെ യമീൻ, ഷിമാൽ, ഫൗഖ്, തഹത്ത് എന്നിങ്ങനെ 4 വശങ്ങളെ കുറിച്ച് ആറാമത്തെ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് 1 മുതൽ 10 വരെ എങ്ങനെയാണ് അറബിയിൽ എണ്ണുക എന്നുള്ളത് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാഹിദ് മുതൽ 10 വരെ. ഇവിടെ ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് 11 മുതൽ 20 വരെ എങ്ങനെയാണ് അറബിയിൽ എണ്ണുക എന്നുള്ളതും നമ്മൾ പഠിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ 7 പാഠങ്ങളിലായി നാം പഠിച്ചിരുന്നത്. ഇനി അദ്ദർസു സാമിൻ, 8ാമത്തെ പാഠം. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. 2 കൂട്ടുകാര് അവര് ഒരു പൂന്തോട്ടത്തിലേക്ക് പോയതാണ്. അവിടെ ചില പക്ഷികള്, വ്യത്യസ്ത നിറങ്ങളിലുള്ള പക്ഷികള്, പൂക്കള്, പഴങ്ങള്, ഇതൊക്കെ നമുക്ക് ചിത്രത്തിൽ കാണുന്നുണ്ട്. ഇലൽ ഹദീഖ, ഹദീഖത്ത് എന്ന് പറഞ്ഞാല് പൂന്തോട്ടം എന്നാണ് ഹദീഖയുടെ അർത്ഥം. റഹല ഷബീറുൻ മഅ സ്വദീഖിഹി അനീസ്, ഷബീർ തന്റെ കൂട്ടുകാരനായ അനീസിന്റെ കൂടെ യാത്ര പോയി. ഫി യൗമിൽ അഹദ്, ഞായറാഴ്ച ദിവസം. എവിടേക്ക്? ഇലൽ ഹദീഖ, ഒരു പൂന്തോട്ടത്തിലേക്ക്. വജറാ ബൈനഹുമാ ഹിവാറുൻ, അങ്ങനെ അവർ 2 പേർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് കളറുകളുടെ പേരുകളാണ്. ഷബീർ പറയാണ്, ഹൽ തറാ തിൽക ഷജറ, നീ ആ മരം കണ്ടോ? അലൈഹ ഖുറാബുൻ അസ്വദുൻ, അതിന്റെ മുകളിൽ കറുത്ത കാക്കയുണ്ട്. വലഖലഖുൻ അബിയദുൻ, വെളുത്ത കൊക്കുണ്ട്. അപ്പൊ കറുപ്പിന് എന്താ നമ്മൾ പറയാ? അസ്വദ്. വെളുപ്പിന് എന്താ പറയാ? അബിയദ്. അഅജബനി ദാലിക്കൽ മൻദർ, ആ ഒരു കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. അനീസ് പറയാണ്, നഅം, അതെ, ശരിയാണ്. ബൽ അഅജബനി, പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഹാദ തായിറുൽ അസ്ഫർ വദാലിക സഹറുൽ അസ്റഖ്, ഈ മഞ്ഞക്കിളിയും അതുപോലെ നീല പൂവുമാണ്. ഇവിടെ കണ്ടോ, വ്യത്യസ്ത നിറത്തിലുള്ള പക്ഷികളും അതുപോലെ പൂക്കളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അനീസ് പറയാണ്, എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ മഞ്ഞ പക്ഷിയും അതുപോലെ വദാലിക സഹറുൽ അസ്റഖ്, ആ നീല പൂവുമാണ്. ഷബീർ പറയാണ്, ഉൻദുർ, നീ നോക്ക്. റഅയ്തു തമാതിമൻ അഹ്മർ, ഞാൻ ചുവന്ന തക്കാളി, ടൊമാറ്റോ ഞാൻ കണ്ടു. വബാമിയ അഖ്ളർ, പച്ച വെണ്ടക്ക ഞാൻ കണ്ടു. ഹാദിഹി അൽവാനുൻ മുഖ്തലിഫുൻ, ഇതൊക്കെ വ്യത്യസ്ത നിറങ്ങളിലുള്ളതാണ്. അനീസ് പറയാണ്, കുല്ലുഹാ മിൻ അജായിബി ഖൽഖില്ലാഹി തആല, ഇത് മുഴുവനും അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ സൃഷ്ടികളിൽപ്പെട്ടതാണ്.
ഷബീർ പറയാണ് അലൈന അൻ നഷ്കുറല്ലാഹ ശുക്റൻ ലില്ലാഹ്, നമ്മൾ നിർബന്ധമായും അള്ളാഹുവിനിക്ക് ശുക്ർ ചെയ്യണം. അപ്പോൾ ഒരു പൂന്തോട്ടത്തിൽ തന്നെ വ്യത്യസ്തമായ പൂക്കൾ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ, വ്യത്യസ്തമായ നിറത്തിലുള്ള പഴങ്ങൾ, അതുപോലെ വ്യത്യസ്ത നിറങ്ങളിലുള്ള പക്ഷികൾ എല്ലാം ഒരുപോലെയാകുമ്പോൾ അതിലൊരു അത്ഭുതമില്ല. അപ്പൊ ഓരോ സൃഷ്ടികളിലും വ്യത്യസ്ത രൂപങ്ങൾ നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അവയൊക്കെ സൃഷ്ടികർമ്മം നടത്തിയിട്ടുണ്ട്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കളറുകളുടെ പേരുകളാണ്. കൂബുൻ അബിയലു, കൂബ് എന്ന് പറഞ്ഞാല് കോപ്പ. കൂബുൻ അബിയലു, അബിയൽ എന്ന് പറഞ്ഞാൽ വെളുപ്പ്, അപ്പൊ വെളുത്ത കോപ്പ. കമീസുൻ അസ്വദ്, കമീസുൻ അസ്വദ്, കമീസ് എന്ന് പറഞ്ഞാൽ കുപ്പായം. എങ്ങനത്തെ കുപ്പായമാണ്? അസ്വദ്, കറുത്ത കുപ്പായം. പിന്നെ വറക്കുൻ അഹ്ലർ, അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ച, അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ച, അപ്പൊ വറക്കുൻ അഹ്ലർ, പച്ച ഇല. ബഹറുൻ അസ്റഖ്, നീലക്കടൽ. മൗസുൻ അസ്ഫർ, മഞ്ഞ പഴം. തുഫാഹുൻ അഹ്മർ, ചുവന്ന ആപ്പിൾ. അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ കളറുകളുടെ പേരുകൾ പഠിക്കണം. അബിയദ് വെള്ള, അസ്വദ് കറുപ്പ്, അഹ്ലർ പച്ച, അസ്റഖ് നീല, അസ്ഫർ മഞ്ഞ, അഹ്മർ ചുവപ്പ്. ഈ കളറുകളുടെ പേരുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി ഇവിടെ നുതർജിം, നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനാണ്. ഖലമുൻ അഹ്മർ, എന്താ അർത്ഥം വരിക? ഖലമുൻ എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പേന എന്നാണ്. ഖലമുൻ അഹ്മർ എന്ന് പറയുമ്പോൾ ചുവന്ന പേന. ഇനി മാഞ്ച അഹ്ലർ, അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ചയാണ്, മാഞ്ച എന്ന് പറഞ്ഞാൽ മാംഗോ. അപ്പോ മാഞ്ച അഹ്ലർ എന്ന് പറയുമ്പോൾ പച്ച മാങ്ങ. റഅയ്തു ഫീലൻ അസ്വദ്, ഫീല് എന്ന് പറഞ്ഞാൽ ആനയാണ്. റഅയ്തു ഞാൻ കണ്ടു, ഫീലൻ അസ്വദ് കറുത്ത ആനയെ കണ്ടു. അഅജബനി എന്നെ അത്ഭുതപ്പെടുത്തി, ദാലിക ത്വാഇർ ആ പക്ഷി എന്നെ അത്ഭുതപ്പെടുത്തി. ഈ രൂപത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നുഅരിബ്, നമ്മൾ അർത്ഥം ഇവിടെ മലയാളം തന്നിട്ടുണ്ട്, അതിന്റെ നേരെ അറബി എഴുതുകയാണ് വേണ്ടത്. ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു, ഞാൻ കണ്ടു എന്നുള്ളതിന് റഅയ്തു എന്നാണ് പറയാ. നമ്മൾ നേരത്തെ ഇവിടെ റഅയ്തു ഫീലൻ, ഞാൻ ആനയെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ കണ്ടു എന്നുള്ളതിന് എന്താ? റഅയ്തു. പിന്നെന്താണ്? എന്തിനെ കണ്ടത്? പൂച്ചയെ. എങ്ങനത്തെ പൂച്ച? കറുപ്പ്. കറുപ്പിന് എന്താ നമ്മൾ പഠിച്ച്? അസ്വദ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിന്റെ അറബി എഴുതുക? റഅയ്തു ഖിത്തൻ അസ്വദ്, റഅയ്തു ഖിത്തൻ അസ്വദ്. ഇനി അടുത്തത് ഷബീർ, വെള്ളക്കുപ്പായം ധരിച്ചു. വെള്ളക്ക് നമ്മൾ എന്താ പഠിച്ച്? അബിയൽ. അബിയൽ ധരിച്ചു എന്നുള്ളതിന് ലബിസ. അപ്പൊ ലബിസ ഷബീറുൻ ഖമീസൻ അബിയൽ, ലബിസ ഷബീറുൻ ഖമീസൻ അബിയൽ. വിദ്യാർത്ഥികൾ നിർബന്ധമായും എഴുതി പരിശീലിക്കുകയും വേണം. മൂന്നാമത്തത് എനിക്ക് ചുവന്ന പേന ഇഷ്ടമായി. എനിക്ക് ചുവന്ന പേന ഇഷ്ടമായി. ചുവപ്പിന് നമ്മൾ എന്താ പഠിച്ച്? അഹ്മർ എന്നാണ്. അഹ്മർ. അഹ്ബബ്തു ഖലമൻ അഹ്മർ, അഹ്ബബ്തു ഖലമൻ അഹ്മർ. ഈ രൂപത്തിൽ വിദ്യാർത്ഥികൾ അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നസ്ലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. ഇവിടെ ചുവന്ന പൂവുണ്ട്, പച്ച തത്തയുണ്ട്, അതുപോലെ കറുത്ത പൂച്ചയുണ്ട്, വെള്ള കുതിരയുണ്ട്, നീല പേനയുണ്ട്, മഞ്ഞ കുരുവിയുണ്ട്. ഒന്നാമത്തത് ഏതാണ്? സഹറുൻ അഹ്മർ. സഹറുൻ അഹ്മർ എന്ന് പറഞ്ഞാൽ എന്താ? സഹർ എന്ന് പറഞ്ഞാൽ പൂവാണ്, അഹ്മർ ചുവന്ന പൂവ്. അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ മാച്ച് ചെയ്യണം. രണ്ടാമത്തത് ഖിത്തുൻ അസ്വദ്. രണ്ടാമത്തത് ഖിത്തുൻ അസ്വദ്. ഇവിടെ ഖിത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പൂച്ചയാണ്. അപ്പൊ കറുത്ത പൂച്ച, ഖിത്തുൻ അസ്വദ്. ഇത് നമ്മൾ ഇതിലേക്ക് മാച്ച് ചെയ്യണം. ഇനി ഖലമുൻ അസ്റഖ്, നീലപ്പേന. ഖലമുൻ അസ്റഖ്, നീലപ്പേന. ഹിസാനുൻ അബിയദ്, ഹിസാൻ എന്ന് പറഞ്ഞാൽ കുതിര, അപ്പോ വെളുത്ത കുതിര. ഇനി ത്വാഇറുൻ അസ്ഫർ, മഞ്ഞ പക്ഷി. കണ്ടോ? പിന്നെ ബബ്ഗാഉൻ അഖ്ളർ, പച്ച തത്ത. ഈ രൂപത്തിൽ നമ്മൾ ഇവിടെ മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നഖ്താറു വ നക്തുബ്, നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ കളർ തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നുർ, നോക്ക്. ഹാദ ഡാഷ് അഹ്മർ. അഹ്മർ എന്ന് പറയുമ്പോൾ ചുവപ്പാണ്. ഇവിടെ ഖിയാർ ഉണ്ട്, സൂം ഉണ്ട്, തമാത്തിം ഉണ്ട്. അപ്പൊ ഇതില് ചുവപ്പ് സാധനം ഏതാണ്? തമാത്തിം, തക്കാളിയാണ്. അപ്പൊ ഒന്നുർ ഹാദ തമാത്തിമുൻ അഹ്മർ, തമാത്തിമുൻ അഹ്മർ. ഈ തമാത്തിമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. രണ്ടാമത്തത് ഷാഹദ ജാസിമുൻ ബബഗാ. ഷാഹദ ജാസിമുൻ ബബഗാ. ഷാഹദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാഹദ ജാസിമുൻ,
ജാസിമ് കണ്ടു. ബബ്ഗാ തത്തയെ കണ്ടു. തത്ത ഏത് കളറാണ്? അഹ്ളറാണ്, പച്ച തത്ത. അപ്പൊ ഈ അഹ്ളർ എന്നുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതണം. ഇനി അല ഷജറത്തി, മരത്തിന് മുകളിലുണ്ട് ഡാഷ് അബിയലു, ലക്ക് ലക്ക് ഉറാബ് ഫീല്. ഉറാബ് എന്ന് പറഞ്ഞ കാക്കയാണ്, ഫീല് എന്ന് പറഞ്ഞ ആനയാണ്. അപ്പൊ ഏതാ വരിക? ലക്ക് ലക്ക്, കൊറ്റി. ഇനി ലൗനുൽ ഉറാബി, കാക്കയുടെ കളർ ഏതാണ്? അഹ്മറാണോ അസ്ഫറാണോ അസ്വദാണോ? കറുപ്പല്ലേ? അപ്പൊ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ കളറുകൾ പഠിച്ചിരിക്കണം. ഇനി അടുത്തത് നുലാഹിദുൽ മുഫ്രദ വൽ ജംഅ, സിംഗുലർ പ്ലൂരൽ. താഇർ, താഇർ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷി. അതിന്റെ ജംഅ ഏതാണ്? തുയൂർ, പക്ഷികൾ. സഹർ പൂവ്, അസ്ഹാർ പൂക്കൾ. ഷജർ മരം, അഷ്ജാർ മരങ്ങൾ. സദീഖ് കൂട്ടുകാരൻ, അസ്ദിഖാ കൂട്ടുകാർ. ലൗന് നിറം, അൽവാൻ നിറങ്ങൾ. ഫാക്കിഹത്തുൻ ഫ്രൂട്ട്, ഫവാക്കിഹ് ഫ്രൂട്ട്സ്. മൻദർ വ്യൂ കാഴ്ച, മനാദിർ കാഴ്ചകൾ. അജീബത്ത് അജായിബ്. ഈ രൂപത്തിൽ ഇതിന്റെ മുഫ്രദും ജംഉം വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. ഇതുപോലെ മുഫ്രദ് തന്നിട്ട് ജം എഴുതാനുണ്ടാകും. ഇനി അടുത്തത് നഖ്റഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹു അസ്മാഅൽ അൽവാനി വനഖുത്തു തഹതഹ. ഈ താഴെയുള്ള ആയത്തിൽ നിന്ന് കളറുകളുടെ പേരുകൾക്ക് താഴെ അണ്ടർലൈൻ ഇടാനാണ്. ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യളു മിനൽ ഖൈത്തിൽ അസ്വദ്. അവിടെ അബിയൽ, അസ്വദ്, അതിന്റെ എല്ലാം താഴെ നമ്മൾ അണ്ടർലൈന് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലദീ ജഅല ലകും മിനശ് ശജരിൽ അഖ്ളരി നാറാ. അവിടെ അഖ്ളർ, പച്ച എന്നുള്ള കളറിന്റെ താഴെ നമ്മൾ അണ്ടർലൈൻ ചെയ്യുകയാണ് വേണ്ടത്. ഇനി അടുത്തത് 9ാമത്തെ പാഠം. അഹ്സൻത യാ അലി. അഹ്സൻത യാ അലി എന്താ അതിന്റെ അർത്ഥം? അലി, നീ നന്നായി ചെയ്തു. അപ്പോ നല്ലൊരു കാര്യം ചെയ്താല് അഹ്സൻത, അഹ്സൻത എന്നുള്ള ഒരു പ്രയോഗം അറബിയിലുണ്ട്. ഖറജ അലിയുൻ മിനൽ ബൈത്തി ഇലൽ മദ്റസതി ബിൽ ഹഖീബ. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മാദിയായ ഫിഅലിനെ കുറിച്ചാണ്. എന്താണ് മാദി എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച ഒരു പ്രവൃത്തി എങ്ങനെയാണ് പറയുക, അതിനാണ് മാദിയായ ഫിഅൽ എന്ന് പറയുക. ആ മാദിയായ ഫിഅലിനെ ചെറിയ രൂപത്തിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഖറജ അലിയുൻ, അലിയു പുറപ്പെട്ടു, മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്, ഇലൽ മദ്റസതി മദ്രസയിലേക്ക്, ബിൽ ഹഖീബ ബാഗുമായി. വസല ഇലൽ മദ്റസതി മുബക്കിറൻ, മദ്രസയിൽ നേരത്തെ എത്തിച്ചേർന്നു. ദഖല ഫി സഫി, ക്ലാസ്സിൽ പ്രവേശിച്ചു. വസല്ലമ അലൽ ഉസ്താദി വസുമലായി, ഉസ്താദിനോടും കൂട്ടുകാരോടും അലി സലാം പറഞ്ഞു. അഹദൽ കിതാബ മിനൽ ഹഖീബ, ബാഗിൽ നിന്ന് കിതാബ് എടുത്തു. ബദ അൽ ഉസ്താദു ദർസ, ഉസ്താദ് പാഠം തുടങ്ങി. വകതബ അല സബ്ബൂറത്തി ബിൽ ഹഖഖി, ഉസ്താദ് ചോക്ക് കൊണ്ട് ബ്ലാക്ക് ബോർഡിൽ എഴുതി. നസഖഹു അലിയുൻ, അലി പകർത്തി എഴുതി. ഇലൽ ഖുറാസത്തി ബിൽ കലമി, പേന കൊണ്ട് നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതി. അത് കണ്ടപ്പോ ഖാലൽ ഉസ്താദു, ഉസ്താദ് പറഞ്ഞു. അഹ്സൻത യാ അലി, ഓ അലി നീ നന്നായി ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ ചില വാക്കുകൾ, ഖറജ, വസല, ദഖല, സല്ലമ, അഖദ, ബദഅ, കതബ, നസഖ, ഇതെല്ലാം മാദിയായ ഫിഅലാണ്. എന്താണ് മാദി എന്ന് പറഞ്ഞാല്? കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച ഒരു പ്രവൃത്തിയെ പറയുന്നതാണ് മാദിയായ ഫിഅല്. നേരത്തെ മുമ്പത്തെ ഒരു പാഠത്തിൽ നമ്മൾ മുദാരി ആയ ഫിഅലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മുദാരി ആയ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ ഇനി നടക്കാനുള്ളതോ ആയ കാര്യത്തെ പറയുന്നതാണ് മുദാരി ആയ ഫിഅല്. ഇവിടെ താഴെ വീണ്ടും പറയാണ് മാദി മുദാരി, 2 കോളങ്ങൾ തന്നിട്ടുണ്ട്. ഖറജ പുറപ്പെട്ടു, അത് മാദിയായ ഫീലാണ്. അതിന്റെ മുദാരി എങ്ങനെ വരിക? യഖ്റുജു പുറപ്പെടുന്നു, അല്ലെങ്കിൽ പുറപ്പെടും, രണ്ടർത്ഥവും പറയാം. ദഖല പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കുന്നു. കതബ എഴുതി, യക്തുബു എഴുതുന്നു. റജഅ മടങ്ങി, ഇർജിഉ മടങ്ങും. ഖറജത്ത്, ഇനി എന്താണ് ഇത് വ്യത്യാസം? ഖറജ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പുറപ്പെട്ടു എന്നാണ്. ഇനി ഖറജത്ത്, ഖറജത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് സ്ത്രീയെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഖറജത്ത് അവളൊരു സ്ത്രീ പുറപ്പെട്ടു എന്നാവും അർത്ഥം. തഖ്റുജു അവൾ പുറപ്പെടുന്നു. ദഖല, ദഖല എന്നുള്ളത് അവനൊരു പുരുഷൻ പുറപ്പെട്ടു എന്നായിരുന്നു, പ്രവേശിച്ചു എന്നായിരുന്നു. ഇനി ഇവിടെ ദഖലത്ത് എന്നാവുമ്പോ അവളൊരു സ്ത്രീ പ്രവേശിച്ചു, അതിന്റെ മുദാരി തദ്ഖുലു. കതബ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ എഴുതി എന്നായിരുന്നു, അത് സ്ത്രീയാകുമ്പോൾ കതബത്ത് അവളൊരു സ്ത്രീ എഴുതി, അതിന്റെ മുദാരി തക്തുബു. റജഅ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ മടങ്ങി എന്നായിരുന്നു, റജഅത്ത് എന്ന് പറയുമ്പോൾ അവളൊരു സ്ത്രീ മടങ്ങി, അതിന്റെ മുദാരി തർജിഉ. ഈ രൂപത്തിൽ മാദിയും മുദാരിയും വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ട്. ഇനി നുകമ്മിലു മിനൽ ഖൗസൈനി, ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഖറജ അബി, എന്റെ ഉപ്പ പുറപ്പെട്ടു. ഡാഷ് മക്കത്തുൽ മുക്കറമ, മക്കത്തുൽ മുക്കറമയിലേക്ക്. അവിടെ ഏതാണ് വേണ്ടത്?
ഇല എന്നാണ് വേണ്ടത്. ഇല എന്ന് പറഞ്ഞാൽ ടു എന്നുള്ള അർത്ഥം. നമ്മൾ ഇംഗ്ലീഷിൽ ടു എന്ന് പറയാറുണ്ടല്ലോ, ലേക്ക്. അപ്പൊ മക്കയിലേക്ക്. ഖറജ ബി ഇലാ മക്കത്തൽ മുകറമ, ആ രൂപത്തിലാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇനി ഡാഷ് അലിയുൻ ഇലൽ മദ്റസ, അലി മദ്രസയിലേക്ക് എന്താ വേണ്ടത്? വസല എന്നുണ്ട്, വസലത്ത് എന്നുണ്ട്, തസിലു എന്നുണ്ട്. വസലത്ത്, തസിലു അതൊക്കെ ആരെയാണ് സൂചിപ്പിക്കുന്നത്? പെണ്ണുങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വസലയാണ് ഇവിടെ വേണ്ടത്. അപ്പൊ വസല അലിയുൻ ഇലൽ മദ്രസ, അലി മദ്രസയിലേക്ക് എത്തിച്ചേർന്നു. ഇനി റജഅത്തിൽ ബിൻതു, പെൺകുട്ടി മടങ്ങി ഡാഷ് അൽ മദ്രസത്തി, മദ്രസയിൽ നിന്ന്. അപ്പൊ മദ്രസയിൽ നിന്ന്, ഫ്രമിന്റെ അർത്ഥം ഏതാണ്? മിൻ എന്നാണ്. അപ്പൊ റജഅത്തിൽ ബിൻതു മിനൽ മദ്രസത്തി, ആ രൂപത്തിൽ അവിടെ ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി നുകമ്മിലുൽ ഫിഖ്റ ബിൽ അഫ്ആലിൽ മാദിയ, മാദിയായ ഫിഅലുകളെ കൊണ്ട് താഴെയുള്ള പാരഗ്രാഫ് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഡാഷ് അലിയുൻ മിനൽ മദ്രസത്തി, അലി മദ്രസയിൽ നിന്ന് മടങ്ങി എന്നാണ് വേണ്ടത്. അപ്പൊ മടങ്ങി എന്നുള്ളതിന് ഏതാണ് നമ്മൾ പറയുക? റജഅ. മുകളിൽ ബ്രാക്കറ്റിൽ കുറച്ച് മാദിയായ ഫീൽ തന്നിട്ടുണ്ടല്ലോ, വദഅ, വസല, ദഖല, തനാവല, റജഅ, സല്ലമ. ഇതിന്റെ എല്ലാം അർത്ഥങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കണം. വദഅ എന്ന് പറഞ്ഞാൽ വെച്ചു, വസല എത്തിച്ചേർന്നു, ദഖല പ്രവേശിച്ചു, തനാവല, തനാവല എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, റജഅ മടങ്ങി, സല്ലമ സലാം പറഞ്ഞു. ഇനി അത് ശരിയായത് താഴെയുള്ള ഭാഗം, വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഡാഷ് അലിയു മിനൽ മദ്രസ, അലി മദ്രസയിൽ നിന്ന് മടങ്ങി എന്നാ വേണ്ടത്. അപ്പൊ ഒന്നാമത്തത് റജഅ, റജഅ അലിയുൻ മിനൽ മദ്രസതി. ഡാഷ് ഫിൽ ബൈത്തി, മദ്രസയിൽ നിന്ന് മടങ്ങി പിന്നെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു എന്നല്ലേ അർത്ഥം വരിക. അപ്പോൾ വസല ഫിൽ ബൈത്തി, വീട്ടിലെത്തിച്ചേർന്നു. അങ്ങനെ വസല്ലമ അലൽ ഉമ്മി, ഉമ്മയോട് സലാം പറഞ്ഞു. പിന്നെ വദഖല, അവൻ പ്രവേശിച്ചു, ഫി ഉർഫത്തിഹി, അവന്റെ റൂമിൽ. എന്നിട്ട് വവളഅ ഹഖീബതഹു, അവന്റെ ബാഗ് അവിടെ വെച്ചു. സുമ്മ ഡാഷ് അൽ ഫുതൂറ, സുമ്മ തനാവലൽ ഫുതൂറ, പിന്നെ പ്രാതൽ കഴിച്ചു. ഈ രൂപത്തിൽ യോജിച്ച മാദിയായ ഫീലുകൾ അവിടെ കൊടുത്ത് ആ പാരഗ്രാഫ് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പാരഗ്രാഫ് വരിക? റജഅ അലിയുൻ മിനൽ മദ്റസതി വവസല ഫിൽ ബൈതി വസല്ലമ അലൽ ഉമ്മി വദഖല ഫി ഉർഫതിഹി വവളഅ ഹഖീബതഹു സുമ്മ തനാവലൽ ഫുതൂറ. ആ രൂപത്തിൽ വിദ്യാർത്ഥികൾ അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അടുത്തത് ഹയ്യ നസ്ലു ബിൽ മുനാസിബി കമാ ഫിൽ മിസാൽ. താഴെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, അതുപോലെ ബാക്കിയുള്ള ഈ വേർഡുകൾ ഉപയോഗിച്ച് ഒരു സെന്റൻസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ഉദാഹരണം, കതബൽ ഉസ്താദു അല സബൂറ, ഉസ്താദ് ബ്ലാക്ക് ബോർഡിൽ എഴുതി എന്നുള്ളതാണ്. ഇനി അതുപോലെ നമ്മൾ താഴെയുള്ളത് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത് ലഇബത്ത്, ലഇബത്ത് എന്ന് പറയുമ്പോൾ അതൊരു പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ്, അവൾ കളിച്ചു. ഇനി അതിനോട് യോജിച്ചത് രണ്ടാമത്തെ കോളത്തിലേക്ക് നമ്മൾ ആരോ മാർക്ക് കൊടുക്കണം. അപ്പോ ഇവിടെ ഏതാണ്? അൽ ബിൻത് ഉണ്ട്, അദ്ദാരിസ് ഉണ്ട്, ഇമാം ഉണ്ട്, ദാരിസത്ത് ഉണ്ട്, ഉസ്താദ് ഉണ്ട്. അപ്പൊ ലഇബത്തിൽ ബിൻതു, ലഇബത്തിൽ ബിൻതു, പെൺകുട്ടി കളിച്ചു. എന്തുകൊണ്ട്? ബി ഡാഷ് ബിൽ ഖുറത്തി, ബോൾ കൊണ്ട് കളിച്ചു. ഈ രൂപത്തിൽ നമുക്ക് ഇവിടെ മാച്ച് ചെയ്യാം. അപ്പൊ ഒരു സെന്റൻസ് ആയി, ലഇബത്തിൽ ബിൻതു ബിൽ ഖുറത്തി. ഇനി അടുത്തത് ദഹബ, ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. അപ്പൊ ഒരു പുരുഷനാണ്, അവനൊരു പുരുഷൻ പോയി. അപ്പൊ ആരാണ് ഇവിടെ? ദഹബൽ ഇമാമു, ഇമാമ് പോയി. എവിടേക്ക് പോയി? പള്ളിയിലേക്ക് പോയി എന്ന് പറയാം. അപ്പൊ ഇലൽ മസ്ജിദി, ദഹബൽ ഇമാമു ഇലൽ മസ്ജിദി. ആ രൂപത്തിൽ നമുക്ക് മറ്റൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തത് റജഅ, റജഅ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ്. അപ്പൊ റജഅ ദാരിസു, വിദ്യാർത്ഥി മടങ്ങി. എവിടുന്ന്? മിനൽ മദ്റസതി. അപ്പൊ റജഅ ദാരിസു മിനൽ മദ്റസതി. ഈ രൂപത്തിൽ നമുക്ക് മറ്റൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ജലസത്തി, ജലസത്തി, ജലസത്ത് എന്ന് പറഞ്ഞാൽ അവൾ ഇരുന്നു എന്നാണ്. അപ്പൊ ഒരു പെണ്ണാണ്. അപ്പൊ ജലസത്തി ദാരിസത്തു, വിദ്യാർത്ഥിനി ഇരുന്നു. വിദ്യാർത്ഥിനി ഇരുന്നു എവിടെ? ഫി സൊഫി, ക്ലാസ്സിൽ. അപ്പൊ ജലസത്തി ദാരിസത്തു ഫി സൊഫി, വിദ്യാർത്ഥിനി ക്ലാസ്സിൽ ഇരുന്നു. ഈ രൂപത്തിൽ നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ലിസാനുൽ ഖുർആനിന്റെ ഈ അർത്ഥങ്ങൾ നിർബന്ധമായും പരമാവധി പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഓരോ വർക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്തത് നഖ്റഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹുൽ അഫ്ആലൽ മാദിയ വൽ മുളാരിഅ വനഖുത്തു തഹതഹാ. താഴെയുള്ള ഖുർആനിക ആയത്തുകളിൽ നിന്ന് മാദിയായ ഫീലുകളുടെയും മുളാരിയായ ഫീലുകളുടെയും അടിയിൽ വരയിടുകയാണ് വേണ്ടത്. ഇദാ ജാഅ നസ്റുല്ലാഹി, അവിടെ ഏതാണ്? മാദിയായ ഫീൽ ജാഅ, വന്നു.
ഇനി അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, ജമഅ ഒരുമിച്ച് കൂട്ടി മാദിയായ ഫീല്. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, അവരുടെ മേൽ അബാബീൽ പക്ഷികളെ നാം അയച്ചു. അപ്പൊ അർസല അയച്ചു. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, യുകദ്ദിബു മുളാരിയായ ഫീല് കളവാക്കുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, തബ്ബത് നശിച്ചു മാദിയായ ഫീല്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, വമാ കസബ് മാദിയായ ഫീല്. ഈ രൂപത്തിൽ മാദിയായ ഫീലുകളും മുളാരിയായ ഫീലുകളും നമ്മൾ എടുത്ത് അതിന്റെ താഴെ അണ്ടർലൈൻ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് അദ്ദർസുൽ ആഷിർ, 10ാമത്തെ പാഠം. ഹാദിഹി ഹദിയ്യത്തുൽ ലക്കി, ഇത് നിനക്കുള്ള സമ്മാനമാണ്. ലഹറത്ത് നതീജത്തുൽ ഇംതിഹാനിൽ ആമിയി ലിസഫി സാലിസ്, 3ാം ക്ലാസിന്റെ പൊതുപരീക്ഷയുടെ ഫലം പുറത്തു വന്നു. നജഹത്ത് ജുമാന ബി അലാമാത്തിൻ ഫായിഖ, ജുമാന ഉയർന്ന മാർക്കോടുകൂടെ വിജയിച്ചു. ഫഅസ്റഅത് ഇലാ ഉമ്മിഹ, അങ്ങനെ അവള് വേഗം ഉമ്മയുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് ജുമാന പറയാണ്, അസ്സലാമു അലൈക്കും യാ ഉമ്മി, അൽഹംദുലില്ലാഹ് നജഹതു ഫിൽ ഇംതിഹാനി ബി അലാമാത്തിൻ ഫായിഖ, ഞാൻ ഉയർന്ന മാർക്കോടുകൂടെ പരീക്ഷയിൽ വിജയിച്ചു. അപ്പൊ ഉമ്മ പറയാണ്, വഅലൈക്കുമുസ്സലാം മാഷാ അല്ലാഹ് അഹ്സൻതി യ ബിനതി ലക്കി ഹദിയ്യത്തും മിന്നി ഇൻഷാ അല്ലാഹ്, നന്നായിട്ടുണ്ട് മോളെ, നിനക്ക് എന്റെ അടുത്തുനിന്ന് നല്ലൊരു സമ്മാനം ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ജുമാന പറയാണ് ഹയ്യാക്കില്ല, ജുമാന പറയാണ് ഹയ്യാക്കില്ല. എന്താണ് ഹയ്യാക്കില്ല എന്ന് പറഞ്ഞാല്? അല്ലാഹു തആല നിങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ. ഫിൽ മസാഇ, വൈകുന്നേരമായപ്പോ ജാഅ അബൂഹാ ബിൽ ഹദിയ, ഉപ്പ നല്ല സമ്മാനവുമായി വന്നു. ഉപ്പ പറയാണ് അസ്സലാമു അലൈക്കും. ജുമാന പറഞ്ഞു വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉപ്പ പറയാണ് യബ്നതി, ഓ എന്റെ മോളെ, ബാറക്കല്ലാഹു ഫീക്, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അന മസ്റൂറുൻ ബിനജാഹിക്, ഞാൻ നിന്റെ വിജയത്തിൽ വല്ലാതെ സന്തോഷിക്കുന്നവനാണ്. ഹാദിഹി ഹദിയ്യത്തുൽ ലക്കി, ഇത് നിനക്കുള്ള സമ്മാനമാണ്. അപ്പോൾ ജുമാന പറയാണ് ശുക്രൻ യാ അബതി ജസാകല്ലാഹു ഖൈറാ, ശുക്രൻ യാ അബതി ജസാകല്ലാഹു ഖൈറാ, നന്ദി ഉപ്പ, നിങ്ങൾക്ക് അല്ലാഹു നന്മ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് ചില വാക്കുകൾ, ചില പ്രയോഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്, അതുപോലെ അഹ്സൻതി, മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഹയ്യാക്കല്ലാഹ്, ബാറക്കല്ലാഹ്, ശുക്രൻ, ജസാകല്ലാഹ്, അസ്സലാമു അലൈക്കും വഅലൈക്കുമുസ്സലാം. അപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ സലാം പറയണം, മടക്കണം, അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുപോലെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. എന്താണ് അതിന്റെ അർത്ഥം? എല്ലാ സ്തുതികളും അല്ലാഹുവിനാകുന്നു. അതുപോലെ അഹ്സൻതി, നമ്മൾ നേരത്തെ അഹ്സൻത എന്നുള്ള പ്രയോഗം പറഞ്ഞിരുന്നു. അഹ്സൻത യാ അലി, അത് ആൺകുട്ടിയാണെങ്കിൽ അഹ്സൻത, ഇവിടെ പെൺകുട്ടിയോടായതുകൊണ്ടാണ് അഹ്സൻതി എന്ന് പറഞ്ഞത്. അപ്പോ നമ്മുടെ മക്കള് അല്ലെങ്കിൽ ആരെങ്കിലും നല്ല ഒന്ന് ചെയ്താൽ അഹ്സൻത അല്ലെങ്കിൽ അഹ്സൻതി, ആണാണെങ്കിൽ അഹ്സൻത അഹ്സൻതി എന്ന് പറയൽ അത് ഒരു പ്രയോഗമാണ്. അതുപോലെ മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, എന്തെങ്കിലും കാര്യം നമ്മൾ ഭാവിയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അത് പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് കൂട്ടി പറയണം. ഹയ്യാക്കല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു നിനക്ക് ദീർഘായുസ് നൽകട്ടെ, അതും ഒരു പ്രാർത്ഥനയാണ്. ബാറക്കല്ലാഹ്, അള്ളാഹു തആല നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അതൊക്കെ ഒരു പ്രാർത്ഥനയാണ്. ശുക്രൻ, ശുക്രൻ എന്ന് പറഞ്ഞാൽ താങ്ക്സ്, നന്ദി. ജസാക്കല്ലാഹ്, ജസാക്കല്ലാഹ് എന്ന് പറഞ്ഞാലും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇത്തരം ചില പ്രയോഗങ്ങൾ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുണ്ട്. അതുപോലെ നുലാഹിളു യാ വമാ ബഅദഹു, യാ ചേർത്തി പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? യാ ബിൻതി, ഓ എന്റെ മോളെ. യാ ഉമ്മി, ഓ എന്റെ ഉമ്മ. യാ അബതി, ഓ എന്റെ ഉപ്പ. ഇവിടെ നദഉ ബി യാ വനക്തുബു കമാ ഫിൽ മിസാൽ, യാ കൂട്ടി നമുക്ക് വിളിക്കാം. റബ്ബുൻ, റബ്ബുൻ എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. അപ്പൊ യാ കൂട്ടി നമ്മൾ എങ്ങനെ വിളിക്കുക? യാ റബ്ബി, ഓ എന്റെ രക്ഷിതാവേ. അതുപോലെ താഴെ വിദ്യാർത്ഥികൾ ഓരോന്ന് എഴുതണം. അഹുൻ, അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ. അപ്പൊ എങ്ങനെ? ഓ എന്റെ സഹോദര എന്നെങ്ങനെ വിളിക്കുക? യാ അഹി. ഉഖ്തുൻ എന്ന് പറഞ്ഞാൽ സഹോദരി, എങ്ങനെയാണ് നമ്മൾ പറയാ? യാ ഉഖ്തി, ഓ എന്റെ സഹോദരി. ഇബ്നുൻ എന്ന് പറഞ്ഞാൽ മകൻ, എന്റെ മകനെ എങ്ങനെ വിളിക്കുക? യാ ഇബ്നി. ഉസ്താദുൻ, ഉസ്താദ്, ഓ എന്റെ ഉസ്താദെ എന്നെങ്ങനെ വിളിക്കുക? യാ ഉസ്താദി. സദീഖുൻ, കൂട്ടുകാരൻ. യാ സദീഖി, ഓ എന്റെ കൂട്ടുകാര. അബുൻ, യാ അബി, ഓ എന്റെ ഉപ്പ. ജദ്ദുൻ, വലിയുപ്പ. യാ ജദ്ദി. ഈ രൂപത്തിൽ യാ ചേർത്ത് പറയുന്ന ഒരു രൂപമാണ് അവിടെ തന്നിട്ടുള്ളത്. ഇനി നുകമ്മിലുൽ ഹിവാറ,
അൽ ജവാബു ഫിൽ മുറബ്ബഇ താലി. ഇവിടെ താഴെ ഈ ബോക്സിൽ ഈ കോൺവെർസേഷൻ, ഈ സംഭാഷണം പൂർത്തീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ യോജിച്ചത് കൊടുത്ത് എഴുതിയാൽ മതി. അൽ ഉസ്താദു, ഉസ്താദ് ഡാഷ് അൽ ഉലാമു വഅലൈക്കും അസ്സലാം. അപ്പൊ കുട്ടി വഅലൈക്കും അസ്സലാം എന്ന് പറയുമ്പോൾ ഉസ്താദ് സ്വാഭാവികമായിട്ടും എന്താ പറഞ്ഞിട്ടുണ്ടാവുക? അസ്സലാമു അലൈക്കും. അത് താഴെ ബോക്സിലുണ്ട്, അത് വിദ്യാർത്ഥികൾ എടുത്ത് അങ്ങോട്ട് എഴുതുകയാണ് വേണ്ടത്. അപ്പൊ അൽ ഉസ്താദു അസ്സലാമു അലൈക്കും, അൽ ഉലാമു വഅലൈക്കും അസ്സലാം. ഇനി ഉസ്താദ് ചോദിക്കാണ് ഡാഷ് അൽ ഹാലു, എന്താ നമ്മൾ ഹൗ ആർ യു എന്നെങ്ങനെ അറബിയിൽ ചോദിക്കൽ? കൈഫൽ ഹാൽ. അപ്പൊ കൈഫ ഇവിടെയുണ്ട് അവസാനത്തതിൽ, കണ്ടോ? അപ്പൊ കൈഫൽ ഹാലു എന്തൊക്കെയാണ്? അപ്പൊ കുട്ടി പറയാണ് സൈൻ അൽഹംദുലില്ലാ, സൈൻ അൽഹംദുലില്ലാ. സൈൻ എന്നവിടെ ഉണ്ട്, അൽഹംദുലില്ലാ എന്നുള്ളത് നമ്മൾ എടുത്ത് എഴുതണം. ഇനി ഉസ്താദ് ചോദിക്കാണ് ഹൽ ഡാഷ് ഫിൽ ഇംതിഹാനി, നീ പരീക്ഷയിൽ ഡാഷ്, അപ്പൊ നീ പരീക്ഷയിൽ ജയിച്ചോ എന്നാണ്. അപ്പൊ ഹൽ നജഹത, ഹൽ നജഹത ഫിൽ ഇംതിഹാൻ, നീ പരീക്ഷയിൽ വിജയിച്ചോ? അപ്പൊ കുട്ടി പറയാണ് നഅം, നഅം നജഹതു ഫിൽ ബി അലാമാത്തിൻ ഫായിക, ഞാൻ ഉയർന്ന മാർക്കോടുകൂടെ പരീക്ഷയിൽ വിജയിച്ചു. അപ്പൊ ഉസ്താദ് പറയാണ് മാഷാ അല്ലാഹ് ലക ഹദിയത്തും മിന്നി, നിനക്ക് എന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സമ്മാനമുണ്ട്. അപ്പൊ കുട്ടി പറയാണ് ശുക്രൻ ഇൻഷാ അല്ലാഹ്. ഈ രൂപത്തിൽ ഈ ബോക്സിൽ നിന്ന് യോജിച്ചത് എടുത്ത് എഴുതുകയാണ് ഇവിടെ വേണ്ടത്. ഇനി താഴെ നഖ്റഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹുൽ കലിമാത്തിൽ വാരിദ ഫിൻ നസ്സി വനഖുത്തു തഹതഹ, ഈ താഴെയുള്ള ഖുർആൻ ആയത്തുകൾ ഓതി അതിൽ വന്ന ഇത്തരം പ്രയോഗങ്ങൾക്ക് താഴെ അടിവരയിടുകയാണ് വേണ്ടത്. ഒന്നാമത്തത് വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അവിടെ ഏതാണ്? ഇല്ലാ അൻ യശാ അല്ലാഹ്. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ് എന്നുള്ളത്. വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ, അവിടെ അൽഹംദുലില്ലാഹ് എന്നുള്ളത്. ഫഖുൽ സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് 3ാം ക്ലാസ്സിൽ ലിസാനുൽ ഖുർആനിൽ നമുക്ക് പഠിക്കാനുള്ളത്. 8 മുതൽ 10 വരെയുള്ള 3 പാഠങ്ങളുടെ വിശദമായ വിശദീകരണമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ 1 മുതൽ 7 വരെയുള്ള പാഠങ്ങളുടെ വിശദമായ റിവിഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിർബന്ധമായും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.